പക്ഷേ ഈ ഒരു സാധനത്തിനൊരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് പറ്റില്ല. ഈ ലാമ്പ് ശ്രദ്ധിച്ചോ? വർഷങ്ങൾക്ക് മുമ്പ് ഇറാനിലെ ഭരണാധികാരിയായിരുന്ന ഷാക്ക് ഒരു ആഗ്രഹം, എല്ലാ ടെറയിലും ഓടിക്കാനുള്ള ഒരു വാഹനം വേണമെന്നുള്ളത്. ഈ ഒരു ആഗ്രഹം കൊണ്ടെത്തിച്ചത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ജി വാഗൺ എന്ന് പറയുന്ന മോഡലാണ് എന്ന് പറയാം. ആ ഒരു ആഗ്രഹമായിരുന്നു ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഇന്നും ഏറ്റവും നല്ലൊരു ഓഫ് റോഡർ എന്ന് വിശേഷിപ്പിക്കാവുന്ന, മറ്റൊരു വാഹനത്തിലും ഇല്ലാത്ത ചില പ്രത്യേകതകളുള്ള ജി വാഗൺ എന്ന് പറയുന്ന മോഡലിൻ്റെ ജന്മം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളതും ഒരു ജി വാഗനാണ്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ ജി വാഗണിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങളുള്ള, ഒരുപാട് പ്രത്യേകതകളുള്ള, അതിനേക്കാൾ ഉപരി ഒരു വലിയ ഹൈലൈറ്റ് ഉള്ള ഒരു ജി വാഗൺ എന്ന് പറയാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇത് ഉപയോഗിച്ച ആളുടെ വിശേഷങ്ങളും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ വിശേഷങ്ങളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. ഇൻവോൾവിൻ്റെ കാർ പെർഫ്യൂമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള സിട്രോൺ എന്ന് പറയുന്ന ഫ്രാഗ്രൻ്റ് ആണ്. ഈ ഫ്രാഗ്രൻ്റ് നല്ല അടിപൊളി ഒരു ഫ്രാഗ്രൻ്റ്. ശരി പറഞ്ഞാൽ ഒരു ലെമണേഡ് ഒക്കെ പോലത്തെ ഒരു സാധനം, നല്ല രസമുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം ഉപയോഗിച്ച് നോക്കി ഈ സാധനം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരു 300 രൂപയോളമാണ്. നിങ്ങൾക്കൊരു 10% ഡിസ്കൗണ്ട് കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കൂപ്പൺ കോഡ് ഉണ്ട്. ആ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിയാൽ ഒരു 10% ഡിസ്കൗണ്ട് കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു 3Mൻ്റെ സ്റ്റിക്കറും കൂടി തന്നിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലീക്ക് പ്രൂഫ് ടെക്നോളജിയോട് കൂടി വന്നിട്ടുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് വാഹനത്തിനകത്തേക്ക് ഇത് ലീക്ക് ആവുന്ന പ്രശ്നമോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കെമിക്കൽ ലിക്വിഡുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് അപകട സാധ്യതയും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് കുറച്ച് കാലമായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഉപയോഗിച്ച ആളുകളൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അതായത് 300 രൂപയ്ക്ക് ഒരു 3 മാസത്തോളം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. ഞാനും ഇത് പേഴ്സണലി ഉപയോഗിച്ച് നല്ല സ്മെല്ലാണ്. പിന്നെ അതിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മെല്ലിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ടോപ്പിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാക്കുന്ന സ്മെല്ലുകളൊന്നും തന്നെ ഇതിനകത്തില്ല എന്നുള്ളതും ഞാൻ ശ്രദ്ധിച്ച ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്കും അതിൻ്റെ കൂപ്പൺ കോഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വാങ്ങുക, ട്രൈ ചെയ്ത് നോക്കുക. ഉപയോഗിച്ച ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗലന്തേ വാഗൺ അഥവാ ജി വാഗൺ. മെഴ്സിഡീസ് ബെൻസിൻ്റെ ജി ക്ലാസ്സുകളെ നമ്മൾ ഓമന പേര് അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ജി വാഗൺ എന്ന് പറയാം. പക്ഷേ ആ ഒരു പേര് പിൽക്കാലത്ത് വളർന്ന് വാഹനപ്രേമികൾ അല്ലെങ്കിൽ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഒരു ഇഷ്ട ബ്രാൻഡ് എന്നുള്ള രൂപത്തിൽ ജി വാഗൺ സെപ്പറേറ്റ് ആയിട്ട് വളർന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നും ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ളതിൽ ഏറ്റവും പെർഫെക്റ്റ് ഓഫ് റോഡർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മോഡലാണ് ജി വാഗൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജി വാഗൺ ഒരു പ്രത്യേകതയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് വെറും 47 മാത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ഗ്ലോബൽ എഡിഷൻ വാഹനമാണ് ഇതെന്ന് പറയുന്നത്. അതായത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഡിഷനാണ്. മറ്റു ആൾക്കാർക്ക് ഇനി അത് വാങ്ങാൻ കഴിയില്ല, കാരണം അത് ഓൾറെഡി സോൾഡ് ഔട്ട് പോയി. ജി വാഗൺ അങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. അതായത് UAE-യുമായിട്ട് ജി വാഗൺ ഭയങ്കര കണക്റ്റഡ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ജി വാഗൺ ഇത്രയും പോപ്പുലാരിറ്റി കൊടുത്തത് ഷെയ്ഖ് മുഹമ്മദ് ആയിരിക്കാം എന്നുള്ളതാണ്. നമ്പർ 1 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റ് ദുബായിൽ പലപ്പോഴും നമ്മളൊക്കെ സ്പോട്ട് ചെയ്യാറുണ്ട്. ആ ഒരു വാഹനം ആയിരിക്കാം ജി വാഗണും ദുബായും തമ്മിലുള്ള വലിയ കണക്ഷൻ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. UAE-യുടെ 47ാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജി വാഗൺ വാഹന ലോകത്തേക്ക് കടന്നു വന്നത്. അത് 50ാം വാർഷികമായ സമയത്ത് 50 മോഡലുകളെ UAE പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. മെഴ്സിഡീസ് ബെൻസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഡ്യുവൽ ടോണിനെ ഇംപ്ലിമെൻ്റ് ചെയ്ത് ആ ഒരു 50ാം എഡിഷൻ വാഹനത്തിലായിരുന്നു എന്ന് പറയാം. അതായത് 15th ആനിവേഴ്സറി എഡിഷൻ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 47th ആനിവേഴ്സറി എഡിഷനാണ്. പക്ഷേ ഈ വാഹനത്തിന് മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു വാഹനമാണ് എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ കണ്ട പല ജി വാഗണിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഈ വാഹനത്തിലുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. ജി വാഗണിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ 2019 ജി വാഗൺ ഇറങ്ങിയ സമയത്ത് ആ ഒരു റെഡ് ജി വാഗൺ എല്ലാവരും ഓർക്കുന്നുണ്ടാവും വിചാരിക്കും, നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഒരു പഴയ ഒരു 1980 മോഡൽ ഒരു ജി വാഗണിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഏറ്റവും പുതിയ ജി വാഗണിലേക്ക് വരാം. ഈ ഒരു സാധനത, ഈ ഒരു ഗ്രില്ല്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നിയമത്തിൽ ഇപ്പം ഇത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ഈ ഒരു സാധനത്തിനൊരു വലിയ പർപ്പസ് ഉണ്ടായിരുന്നു. പഴയ കാലത്ത് ആളുകൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ജി വാഗണുമായിട്ട് പോകുമായിരുന്നു. അങ്ങനെ വേട്ടയാടിയിട്ട് മൃഗങ്ങളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് മുന്നിലേക്ക് തുറന്നു വെക്കാം. തുറന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേട്ടയാടി കിട്ടിയ മൃഗത്തെ അതിൻ്റെ മുന്നിൽ വെക്കുകയും ലോക്ക് ചെയ്യുകയും അതുവഴി ഉപയോഗിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാമായിരുന്നു എന്നുള്ളൊരു വലിയ ഫംഗ്ഷൻ ഈ ഒരു സാധനത്തിനുണ്ടായിരുന്നു. പിന്നീട് അത് സേഫ് ഗാർഡായി മാറുകയും അത് പതുക്കെ രൂപമാറ്റം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിൻ്റെ ചരിത്രം. പിന്നെ നമുക്കിവിടെ ഹെഡ് ലാമ്പ് യൂണിറ്റ് കാണാം. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും കാണാം. ഈ രണ്ട് സാധനങ്ങളുടെ, അതായത് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റെട്രോ ലുക്കാണ്. ഷാ ഡിസൈൻ ചെയ്ത ജി വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മിലിറ്ററി സ്പെക്ക് ജി വാഗൺ ആയിരുന്നു. പിന്നീടാണ് അതിലേക്ക് ലക്ഷറി എലമെൻറ്റുകളൊക്കെ ആഡ് ചെയ്തിട്ട് വാഹന ലോകത്തേക്ക് സാധാരണക്കാർക്ക്, അതായത് സിവിലിയൻസിന് കൂടി വാങ്ങാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ജി വാഗൺ ഉണ്ടായത്. ഡാംലർ ബെൻസൊക്കെ ആയിരുന്നു ജി വാഗൻ്റെ ഡെവലപ്പിൽ കോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം മുതൽ ഇത് ഇതേപോലെ തന്നെയാണ്.
അപ്പോൾ ജീവാഗൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു റെട്രോ ലുക്ക് അതുപോലെ തന്നെ നിലനിർത്തി, എന്നാൽ ആ ഒരു ലുക്കിനെ ആളുകളെ കൊണ്ട് ഇഷ്ടപ്പെടിപ്പിച്ചു എന്നുള്ളതാണ് ജീവാഗൻ്റെ ഹൈലൈറ്റ്. അതൊരു ചെറിയ കഴിവായിട്ട് പറയാൻ പറ്റില്ല, വലിയൊരു കഴിവ് തന്നെയാണ്. അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റുകളും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ യൂണിറ്റുകളും നമുക്കവിടെ കാണാം. മെഴ്സിഡീസ് ബെൻസിൻ്റെ വലിയ ഒരു ലോഗോ, നമ്മുടെ 3 സ്റ്റാർ എന്ന് പറയുന്നത് കാണാം. തൊട്ടടുത്തായിട്ട് നമുക്ക് UAEയുടെ ഒരു ഫ്ലാഗ് കാണാം. ഇത് ദുബായ് രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന സമയത്ത് അവർ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബീം കാണാം. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല എങ്കിൽ ഒരു പക്ഷേ കോൺവോയുടെ ഭാഗമായിട്ട് ദുബായ് ഗവൺമെൻറ് ഉപയോഗപ്പെടുത്തിയതായിരിക്കാം, പറയാൻ പറ്റില്ല. അതായത് പിന്നെ DRLനെ ക്രമീകരിച്ചുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തുള്ളത്. എയർ ഡാം യൂണിറ്റും പാർക്കിംഗ് സെൻസറുകളും ക്രോം ഗ്രില്ല് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ കാണാം. ശരിക്കും ഒരു റഫ് കാർ എന്ന് പറയുന്നതിൻ്റെ ഒരു ക്യാരക്ടർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ കഴിയും. കാരണം ആരുടെ എന്നുള്ള ആ ഒരു നോട്ടവും ആ ഒരു ചോദ്യവും ഈ വാഹനത്തിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി ഈ ഒരു എയർ ഡാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭാഗം കാണാം, സെൻസറുകൾ. നമുക്ക് ഈ ഒരു വാഹനത്തിന് സെൻസിങ്ങും അതുപോലെ തന്നെ മറ്റ് കമ്മ്യൂണിക്കേഷനുകളൊക്കെ പോസിബിൾ ആക്കുന്നതിന് വേണ്ടിയുള്ള ലൈഡാർ സിസ്റ്റവും ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഇനി ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് രസകരമായിട്ടുള്ള ഒരു തമാശയുണ്ട്. ഈ വാഹനത്തെ പലരും ആദ്യമായിട്ട് കേരളത്തിൽ കണ്ടപ്പോൾ ഇത് ടാറ്റാ സുമൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ ആണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം ഈ ഒരു ബോക്സി ഡിസൈൻ എന്നാണ് എന്ന് പറയാം. ഒരു യുണീക്കായിട്ടുള്ള ഭയങ്കര ഐഡൻറ്റിഫൈയിങ് ആയിട്ടുള്ള ഒരു ബോക്സി ഡിസൈൻ എന്ന് പറയാം. ജീവാഗണ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജീവാഗൺ കാണുന്ന അല്ലെങ്കിൽ ജീവാഗൺ കണ്ടിട്ടുള്ള ഏതൊരാൾക്കും ഏത് പാതിരാത്രിയും ഈ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ അത് ജീവാഗണാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ വാഹനത്തിൻ്റെ ഡിസൈൻ എലമെൻറ്റുകൾ എന്ന് പറയാം. ഇവിടെ സൈഡ് വ്യൂ മിറർ കാണാം, അതിനകത്ത് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ താഴെ ഫെൻഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AMG ബാഡ്ജി കാണാം, V8 ബൈടർബോ എന്ന് പറയുന്നൊരു ബാഡ്ജി കാണാം, അതായത് എൻജിൻ സ്പെക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഗ്രാഫിക്കൽ ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് രാജകുടുംബം ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഈ വാഹനം ബുള്ളറ്റ് പ്രൂഫാണ്, പറ്റില്ല, ആ തരത്തിലാണ് ഇതിനെ ക്രമീകരിച്ചുള്ളത്. മാത്രമല്ല സാധാരണ ജീവാകളിൽ നിന്ന് കുറച്ചുകൂടി വെയിറ്റ് കൂടുതലുണ്ട് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബുള്ളറ്റ് പ്രൂഫ് കിറ്റ് കയറ്റിയതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സൈഡിലൊരു ബ്രീത്തിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് എഞ്ചിനിൽ നിന്നുള്ള ഹീറ്റിനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും ഒരു V8 എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ ഒരു അലോയ് വീലുകളും നമുക്കവിടെ കാണാൻ കഴിയും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അലോയ് വീലല്ലേ. 5 ഇതളുകളായിട്ട് ആ ഓരോ ഇതളിനകത്തും 2 ഇതളുകളെ വേറെ രൂപത്തിൽ കൊടുത്ത് എവിടെയൊക്കെ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോയുടെ ടച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്തൊരു കാലിപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഡിസ്ക് ബ്രേക്കാണ്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത് സ്റ്റെപ്പ് നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് കയറാനും കയറി നിൽക്കാനും ഉപയോഗിക്കാം. ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ കയറുന്ന കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡ്യുവൽ മഫ്ലേഴ്സും നമുക്കവിടെ കാണാൻ കഴിയും. ജീവാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സൈഡിലാണ് മഫ്ലേഴ്സ്. ഈ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ജീവാഗൻ്റെ ബാക്ക് പ്രൊഫൈലിനെ മുഴുവനും കൈകാര്യം ചെയ്യുന്നത് സ്പെയർ വീലാണ് എന്ന് പറയാം. സ്പെയർ വീലും അതിൻ്റെ കവറും ഈ ഒരു സ്പെക്കിലേക്ക് വരുന്ന സമയത്ത്, അതായത് ലിമിറ്റഡ് എഡിഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു എലമെൻറ്റ് കാർബൺ ഫൈബറായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ വാഹനത്തിൻ്റെ പല എലമെൻറ്റുകളിലും ധാരാളം കാർബൺ ഫൈബറുകളുണ്ട്. അത് ലിമിറ്റഡ് എഡിഷൻ ആണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജീവാഗൺ കണ്ട് ശീലിച്ച ആളുകൾക്ക് ഒരു പക്ഷേ മനസ്സിലാവാത്തൊരു കാര്യം, ഇതിൻ്റെ ക്യാമറ കൊടുത്തിട്ടുള്ളത് മുകളിലാണ്. അതുപോലെ തന്നെ ഈ ഒരു കവറും കാർബൺ ഫൈബറായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. G63 എന്ന് പറയുന്ന ഒരു ബാഡ്ജിക്ക് നമുക്കിവിടെ കാണാം. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമുക്ക് ഗർഗാഷ് 1918 2018 എന്നൊരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിറ്റെന്ന് വെച്ചാൽ 18 19 20 എന്ന് പറഞ്ഞ നമ്പറുകളായിട്ട് അത് വായിക്കാൻ പറ്റുള്ളൂ. കുറച്ചുകൂടി ശാസ്ത്രീയമായി കൊടുത്തതാണെന്ന് പറയാം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1918 മുതലാണ് ഇത്തരത്തിൽ ലിമിറ്റഡ് എഡിഷനുകൾ മെഴ്സിഡീസ് ബെൻസ് പുറത്തിറക്കി തുടങ്ങിയത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2018 മോഡലാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ചില യുണീക്ക് നമ്പർ ബാഡ്ജുകൾ ഈ വാഹനത്തിനകത്തുണ്ട്. യുണീക്ക് സീരിയൽ നമ്പറുകളായിരിക്കും. അതുപോലെ തന്നെ 1/47, അതായത് 47കൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തുടങ്ങിയിട്ടുള്ള ബാഡ്ജുകളൊക്കെ അകത്തുണ്ട്. അപ്പോൾ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് കാണാം. കുറച്ചധികം സാധനങ്ങളുണ്ട്, കാരണം ഇതിപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. അത് മാത്രമല്ല ഇതൊരു കാർനെറ്റ് എൻട്രിയാണ്, ദുബായിൽ ഇത് കൊണ്ടുവന്നാണ്. നമ്പർ കണ്ടറിയാം 1019 5 നമ്പർ, 6 നമ്പറാണ് അവിടുത്തെ കോമൺ നമ്പർ. അത്യാവശ്യം ധാരാളം സ്ഥലങ്ങളുള്ള ഒരു ബൂട്ട് സ്പേസ് ആണെന്ന് പറയും. കോമൺ നമ്പർ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയട്ടോ, 5 ആവണം എന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരുന്നില്ല. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും നമ്മളൊരു ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊള്ളാവുന്ന, ഇനി ക്യാമ്പിങ്ങിനൊന്നും പോകണില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വൈബുള്ളൊരു ഏരിയയിൽ വന്നിട്ട് ഇതിനകത്ത് ഇരുന്ന് വൈബ് അടിക്കാനും പറ്റിയ ഒരു ബൂട്ട് സ്പേസ് ആണ് എന്ന് പറയാം. ഡോർ ഇങ്ങനെ ഓപ്പൺ ആവുന്നതുകൊണ്ട് തന്നെ വിശാലമായിട്ട് ഇതിനകത്തേക്ക് കയറാനും ഇറങ്ങാനും ഒരു പ്രശ്നവുമില്ല, നൈസാണ്. അതുപോലെ തന്നെ വലിയ വാഹനമാണ്. ഇതിൻ്റെ ടോപ്പ് കാണണമെന്നുണ്ടെങ്കിൽ 6 അടി പൊക്കമുള്ള എനിക്ക് പോസിബിൾ അല്ല, ഞാൻ ആദ്യമേ കയറി നിൽക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ അത്രയുള്ള ആൾക്കാർക്ക് തീരെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം കാണണം എന്നുണ്ടെങ്കിൽ
ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു പാറൻ്റെ മുകളിലോ ഒക്കെ കയറി വന്നിട്ട് നോക്കാം. G-Wagon ഇഷ്ടപ്പെടുന്ന ആളുകൾ അതിൻ്റെ കൂടെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് ഞാൻ കാണിക്കാം. ഈ സൗണ്ട്. ഈ വാഹനം എത്രമാത്രം റഫാണ്, എത്രമാത്രം ടഫാണ് എന്നുള്ളത് ഒറ്റ വാക്കിൽ ഈ ഒരു സൗണ്ട് നമ്മളോട് പറയും എന്നുള്ളതാണ്. അത്രമാത്രം ബിൽഡ് ക്വാളിറ്റിയാണ് ഈ വാഹനത്തിലുള്ളത് എന്നുള്ളൊരു ഹൈലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റെട്രോ ലുക്കാട്ടോ. ഈ തുറക്കുന്നൊക്കെ പണ്ട് നമ്മൾ കണ്ട് ഇതൊക്കെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർ പറയും താറിലത്തെ മോഡലാണെന്ന്. പക്ഷേ ഇതിലത്തെ മോഡലാണ് താറെടുത്തത് എന്നുള്ളതാണ് വേറൊരു സത്യം. ഓക്കെ, ഇനി അകത്തേക്ക് വരാം. ഒരു ഡ്യുവൽ ടോൺ ഇൻറ്റീരിയറാണ്, ലെതർ ടപ്പോൾസ്ട്രിയാണ്. അതിനകത്ത് തന്നെ ഒരുപാട് കാർബൺ ഫൈബർ മെറ്റീരിയലുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ആസ് യൂഷ്വൽ G-Wagonൻ്റെ പവർ സ്റ്റിയറിംഗ് ആൻഡ് പവർ സീറ്റുകൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 2018 മോഡൽ വാഹനമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക. വാഹനത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മൾ സാധാരണ ഒരു കാറിൽ കയറുന്ന ഫീലോട് കൂടി ഒന്നും കയറരുത്. കുറച്ചൊരു റെസ്പെക്റ്റൊക്കെ ആവാമല്ലേ. അതിന് വേണ്ടിയിട്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സീറ്റിനകത്തേക്ക് കയറിയിരിക്കാം. കയറിയിരുന്ന് കഴിഞ്ഞാലും നമ്മൾ സാധാരണ ഒരു വാഹനത്തിൽ ഇരിക്കുന്ന ഫീലൊന്നുമല്ല G-Wagonനകത്തുള്ളത്. G-Wagon എപ്പോഴും സ്പെഷ്യലാണ്. അതൊരു വികാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡ്രൈവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതിനകത്ത് കയറി ചുമ്മാ ഇരിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതങ്ങനെയാണ് എന്നുള്ളതാണ്. ഡോറിലേക്ക് വരാം. പവർ വിൻഡോ കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പുതിയ G-Wagonലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ആനിവേഴ്സറി എഡിഷനിലേക്ക് വന്ന സമയത്ത് ഒരുപാട് ബാഡ്ജിങ്ങുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ആ ഒരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ഒരു സമയത്ത് പറയാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ മെഴ്സഡീസ് ബെൻസിൻ്റെ വാഹനങ്ങൾ കാണുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുറയിലെ മാറ്റം നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ടെക്നോളജിയിൽ വന്ന അപ്ഗ്രേഡേഷൻ. ഉദാഹരണത്തിന് ഈ ഒരു കൺട്രോൾ, അതായത് ഇപ്പോൾ സാധാരണഗതിയിലുള്ള സീറ്റിൻ്റെ കൺട്രോളാണ്. പക്ഷേ ഇത് മെഴ്സഡീസ് ബെൻസിൻ്റെ ലേറ്റസ്റ്റ് മോഡലിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ ഡിസൈൻ തന്നെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ആ മോഡൽ കണ്ട ആൾക്കാർക്കറിയാം. അന്നത്തെ കാലത്ത് ഇതൊരു റഫ് ആൻഡ് ടഫ് ഡിസൈൻ ആയിരുന്നു. വീണ്ടും ഇയർ മാറി, 2018 മാറി 2020 എത്തുന്ന സമയത്ത് ഇത് കൂടുതൽ ലക്ഷറിയസ് ആയി. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു കർവി ഡിസൈനിലേക്ക് കൊണ്ടുവന്നു. ആ ലക്ഷറി പോലും ഈ ബട്ടണിനകത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് അതൊരു മെഴ്സഡീസ് ബെൻസിൻ്റെ എഞ്ചിനീയറിംഗ് ബ്രില്യൻസ് ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കൽ മറ്റൊരു എസ് ക്ലാസ് ചെയ്തപ്പോഴും ഈ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കം ടു ദ പോയിൻറ്റ്, നമ്മുടെ സ്റ്റിയറിംഗ് വീൽ ഒരു ഡി ഷേപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. ഇതിനകത്തെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണില്ല, പകരം കീ ഇട്ട് തുറക്കുന്നതാണ്. കീക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ. നല്ല സൗണ്ടല്ലേ, അടിപൊളി. സ്റ്റിയറിംഗ് വീലൊക്കെ ഭയങ്കര ലൈറ്റാണ്. ഇത്രയും വലിയൊരു റഫ് ആൻഡ് ടഫ് വാഹനം ഓടിക്കുന്നു എന്നുള്ളൊരു ഫീലൊന്നും സ്റ്റിയറിംഗ് വീൽ പൊതുവേ തരാറില്ല. G-Wagon ഓടിച്ച എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞാണ്. അതുപോലെ തന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കമാൻഡിങ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഹോൺ വരുന്നത്. കൊള്ളാമല്ലേ, നൈസ്. ഇതിൻ്റെ സെൻട്രൽ കൺസോളിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭയങ്കര മിനിമൽ ആയിട്ടുള്ളൊരു സെൻട്രൽ കൺസോളാണ്. എന്തിൻ്റെ കാര്യത്തിലാണോ, സ്പേസിൻ്റെ കാര്യത്തിൽ. കാര്യമായിട്ട് സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് സാധനങ്ങൾ വെക്കാനുള്ള വണ്ടിയല്ല. പക്ഷേ ദുബായിലുള്ള ആൾക്കാർ പലപ്പോഴും വാഹനത്തിനകത്ത് ജീവിക്കുന്നവരാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം അവർക്ക് വേണ്ടപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ വണ്ടിക്കകത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഉദാഹരണത്തിന് ഈ ഗ്ലൗ ബോക്സ് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം സാധനമുണ്ട്. ഡെയിലി ലൈഫിൽ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എപ്പോഴും തൊട്ടടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. സോ ഇനി നമുക്ക് ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡ് വളരെ ചെറുതാണ്. ഈ പിടുത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് കോ പാസഞ്ചർക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു സെറ്റപ്പിന് വേണ്ടി കൊടുത്താണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാഡ്ജ് കാണാം. 1918 2018 കോണ്ടിനെൻ്റൽ എഡിഷൻ 1 of 47. അതായത് ലോകത്ത് 47 ഉണ്ടാക്കിയതിൽ 1 എന്നുള്ള രൂപത്തിലാണ് അതിനെ പറഞ്ഞിട്ടുള്ളത്. ഭയങ്കര മോഡേൺ അല്ലാത്ത ഒരു ഡാഷ്ബോർഡ് എന്നാണ് ഞാനിതിന് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇതിനേക്കാളും മോഡേൺ ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡ് മെഴ്സഡീസ് ബെൻസ് പുറത്തിറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഗ്ലോ ബോക്സും കാര്യങ്ങളൊക്കെ കാണാം. അതിനകത്ത് ഒരു ലാമ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ലാമ്പ് ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഓൺ ഓഫ് എങ്ങനെയാണെന്ന് അറിയോ? ഇവിടെ ഒരു ബട്ടൺ എന്താ. അപ്പോൾ ഇത് ഈ ഡോർ വന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ആ ലാമ്പ് ഓഫ് ആവും ഓട്ടോമാറ്റിക്. ഇത് തുറന്നാൽ മാത്രമേ ലാമ്പ് കത്തുള്ളൂ. അങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എനർജി സേവിങ്. ഓക്കെ, ഇത് വീണ്ടും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ വെക്കാം, അതുപോലെ വെള്ളം കുപ്പി വെക്കാം. ഓഫ് റോഡിനൊക്കെ പോകുന്ന സമയത്ത് കത്തി ആപ്പിൾ ഒക്കെ വെക്കാം, വിശക്കുമ്പോൾ തിന്നാനേ. അതുപോലെ തന്നെ ഇവിടെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കോ പാസഞ്ചർക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐഫോൺ ഉള്ളവർക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. അങ്ങനെ ഒരു ചാർജർ കൊടുത്തിട്ടുണ്ട്. ഇത് വണ്ടിയുടെ എപ്പോഴല്ല കേട്ടോ, അത് മുതലാളിയാണ്. സെൻട്രൽ കൺസോളും നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ഏറ്റവും പുതിയ G-Wagonൽ കണ്ടതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം ധാരാളം ബട്ടണുകളുണ്ട്, ധാരാളം സാധനങ്ങളുണ്ട്. ശരിക്കും പുതിയ മെഴ്സഡീസ് ബെൻസിനകത്ത് ഇത്ര ഒന്നുമില്ല. ഒരു MBUS സിസ്റ്റം, അതിൻ്റെ ഒരു ചെറിയ ടച്ച് പാഡ്, പിന്നെ ഇവിടെ പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, അത്രയേ ഉള്ളൂ, കഴിഞ്ഞ ക്ലാസ്. പക്ഷേ ഇതിനകത്ത് ശരിക്കും മെഴ്സഡീസ് ബെൻസിൻ്റെ റെവല്യൂഷൻ മനസ്സിലാക്കാം എന്നുള്ളത് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കാണുമ്പോഴാണ്. ഒരു കുഞ്ഞ് 7-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഫസ്റ്റ് കേട്ടോ. ഒരു കുഞ്ഞ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം, മൊബൈൽ വഴി കണക്ട് ചെയ്യാം. അങ്ങനെ ഒരു ചെറിയ സാധനം. അതുപോലെ നാവിഗേഷൻ്റെ മീഡിയൻ്റെ ഒക്കെ കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കീപാഡ് പോലും ഉണ്ട്, ഡയൽ പാഡ് കണ്ടോ. അപ്പോൾ അതിനകത്തൊന്നുമില്ല. അതുപോലെ തന്നെ
ഇത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, നാവിഗേഷൻ, ടെലഫോൺ, സസ്പെൻഷൻ തുടങ്ങിയിട്ടുള്ള കൺട്രോളും കാര്യങ്ങളും ഒക്കെ അവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ G-Wagonൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന 3 ബട്ടണുകൾ. 1, 2, 3. ഒന്ന് ഇപ്പുറത്ത് 2, ലെഫ്റ്റ് സൈഡിലാട്ടോ 3, ഒരുമിച്ച് 1, 2, 3 അല്ല. ഓക്കെ, ഇതെന്താ സംഭവിച്ചു വെച്ചാൽ ഡിഫറൻഷ്യൽ ലോക്കുകൾ, മാനുവലി ലോക്ക് ചെയ്യാൻ കഴിയുന്ന 3 ഡിഫറൻഷ്യൽ ലോക്കുകൾ ഈ G-Wagonനകത്തുണ്ട് എന്നുള്ളതാണ്. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു സാധനമാണ്. നിങ്ങൾ ഏതെങ്കിലും വേറൊരു വാഹനത്തിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. G-Wagonൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്നും അതാണ് എന്ന് പറയാം. അപ്പോൾ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര പെർഫെക്ഷനോട് കൂടിയിട്ട് ഡ്രൈവ് ചെയ്ത് കയറി ഇറങ്ങി വരാൻ നമുക്ക് ഈ ഒരു ബട്ടൺ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സീറ്റ് വെൻറ്റിലേഷൻ്റെ ബട്ടണുകൾ കാണാം, ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം, അതുപോലെ തന്നെ ഹസാർഡ് ലാമ്പിൻ്റെ ബട്ടൺ കാണാം, ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസും നമുക്കിവിടെ കാണാം. ഇനി ക്ലൈമറ്റ് കൺട്രോളിനെ ക്രമീകരിച്ചുള്ള അതിൻ്റെ താഴ്ഭാഗത്താണ് കേട്ടോ ഇങ്ങനെ തിരിച്ചിട്ട് ടെമ്പറേച്ചറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ്. നൈസ്. ഇതെല്ലാം ഒരു കാർബൺ ഫൈബർ മെറ്റീരിയലാട്ടോ, അവിടെ ശ്രദ്ധിച്ചാൽ എനിക്ക് മനസ്സിലാവും. ഇനി ഇവിടെ 3 ബട്ടണുകളുണ്ടോ, ഇത് നമ്മൾ ഇതുവരെ G-Wagonൽ കാണാത്തൊരു സാധനമാണ്. ഇത് ഈ വാഹനത്തിനകത്തുള്ള ചില സ്പെഷ്യൽ ലൈറ്റുകളുടെ കൺട്രോളാണ്. 3 കണ്ടോ, അത് നമുക്ക് തുറക്കാം. ഫസ്റ്റത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്, സ്റ്റാർ ലൈറ്റ്. ഈ വാഹനത്തിനകത്തൊരു ആംബിയൻ ലൈറ്റിങ്, മുകളിൽ നമ്മൾ റോൾസ് റോയ്സിലൊക്കെ കണ്ട പോലത്തെ ഒരു സാധനം റൂഫ് ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൺട്രോളാണ്. അത് ഞാൻ കാണിക്കാം ബാക്കിലിരിക്കുന്ന സമയത്ത്. ഇത് നമ്മൾ മുമ്പിൽ കണ്ട ലാമ്പിൻ്റെ ആ ബീമിൻ്റെ ലൈറ്റ്, അത് ഓണാക്കി കഴിഞ്ഞാൽ അപാര വെളിച്ചമായിരിക്കും, അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഓണാക്കുന്നില്ല. പിന്നെയുള്ള ഈ ബട്ടൺ എന്ന് പറഞ്ഞാൽ ആ ലാമ്പിൻ്റെ തന്നെ കൺട്രോളാണ്. പക്ഷേ ഇത് നെക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂറിലൊരിക്കൽ അതിങ്ങനെ സീക്വൻഷ്യലായിട്ട് ബ്ലിങ്ക് ചെയ്യും, പിന്നെ ബ്ലിങ്ക് ചെയ്യില്ല, പിന്നെ അടുത്ത 24 മണിക്കൂറാകുമ്പോഴാണ് ബ്ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് കൊള്ളാമല്ലോ. പക്ഷേ അതിൻ്റെ പർപ്പസ് എന്തായിരിക്കും എനിക്കിതുവരെ മനസ്സിലായില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഉണ്ടാവുമായിരിക്കും അല്ലേ. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ഇവിടെ കാണാം, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ആസ് യൂഷ്വൽ. ലോ റേഞ്ച് ബട്ടണും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ. ഇത് പലപ്പോഴും ടച്ച് അല്ല കേട്ടോ, ഇപ്പോഴും ടച്ചല്ല. മെർസിഡീസ് ബെൻസിൻ്റെ MBUX സിസ്റ്റത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്തപ്പോഴും അത് ടച്ചല്ല. അപ്പോൾ ഈ സാധനം ഇപ്പോഴത്തെ നമ്മുടെ MBUX സിസ്റ്റത്തിൻ്റെ മുന്നത്തെ വെർഷൻ, ഓൾഡർ വെർഷൻ എന്ന് പറയാം. ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം, ചാർജർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആംബ്രസ്റ്റ് ലെതറാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ധാരാളം സാധനങ്ങളും അതിനകത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. AMG എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് സീറ്റിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്കും അതുപോലെ തന്നെ ഒരു കോഫി കളറും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചുള്ളത്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അനലോഗും ഡിജിറ്റലും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണെന്ന് പറയാം. ഇപ്പോഴുള്ള മെർസിഡീസ് ബെൻസിനകത്തൊക്കെ ഫുള്ളി ഡിജിറ്റലാണ് വരുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് മുമ്പത്തൊരു വെർഷനാണെന്ന് പറയാം. സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ഡിജിറ്റൽ ഭാഗം കാണാം. അതുപോലെ തന്നെ തൊട്ട് മുകളിലായിട്ട് PN, അത് നമ്മുടെ ഡ്രൈവ് മോഡുകൾ, ഓരോ ഡ്രൈവ് മോഡുകളും എവിടെയൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിനെയും നമുക്ക് അവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കാണാം, സൺറൂഫിൻ്റെ കൺട്രോൾ കാണാം. ഒരു സൺറൂഫും ഈ വാഹനത്തിനകത്തുണ്ട്. പനോരമിക് സൺറൂഫ് അല്ല, അതായത് സാധാരണഗതിയിലുള്ള സിംഗിൾ പാൻ സൺറൂഫ്. പക്ഷേ വാഹനം വലുതായതുകൊണ്ട് കുറച്ചുകൂടി വീതി ഉണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ സീറ്റ് മസാജറിനെ നമുക്ക് കാണാം. ഇതിലും ഒരു പഴയ സിസ്റ്റത്തെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. 2 സീറ്റുകൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കൺട്രോളുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സീറ്റിൻ്റെ അടിയിൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് സ്റ്റോറേജ് സ്പേസ്. നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കത്തി വേണമെങ്കിൽ ആ പോക്കറ്റിൽ വെക്കാം, എന്നിട്ട് ആപ്പിൾ വേണമെങ്കിൽ ആ ബോക്സിലിട്ട് വെക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്കൻഡ് റോ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കയറുമ്പോൾ ഒന്ന് സ്റ്റെപ്പിലൊക്കെ കയറി ഒരു ഫീലോട് കൂടി കയറാം. ഇവിടെ ഒരു ആസ്ട്രേ കൊടുത്തിട്ടുണ്ട്. ഉണ്ടാ ബാക്കിലിരിക്കുന്ന ആളുകൾക്ക് സിഗരറ്റ് വലിക്കാനുള്ള സെറ്റപ്പ്. അതുപോലെ തന്നെ സീറ്റ് വെൻറ്റിലേഷൻ ഒരു ബട്ടൺ നമുക്കിവിടെ കാണാം. സീറ്റ് ഹീറ്റിംഗ്, അത്യാവശ്യം തൈ സപ്പോർട്ട് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല ഉയരത്തിലാണ് ഇരിക്കുന്നത്. ഈ സീറ്റിനെയും കവർ ചെയ്ത് അപ്പുറത്തേക്ക് കാണാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് ഇനി എൻ്റെ നീളത്തിൻ്റെ പ്രത്യേകത ആണോയെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം ആസ് യൂഷ്വൽ ഇത്രയും വലിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡറുകൾ ഇവിടെ കാണാം. ഒരു 12 വോട്ടിൻ്റെ ചാർജിങ് പോർട്ട് കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഒരു ഡിജിറ്റൽ സിസ്റ്റം, നമുക്ക് ബാക്കിലുള്ള ആളുകളുടെയും ഇൻഫോടൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ഇനി ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്റ്റാർ ലൈറ്റ് പോലത്തെ ലൈറ്റ്. ഇതൊക്കെ ശരിക്കും നമ്മൾ റോൾസ് റോയ്സിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു ബട്ടറാണ് നമ്മൾ നേരത്തെ ഫ്രണ്ടിൽ കണ്ടത്. ഈ ഒരു അൽക്കണ്ടാറ മെറ്റീരിയലും ശരിക്കും ഈ ഒരു 47th എഡിഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ കാര്യമാണ് എന്ന് പറയാം. അടിപൊളി. ഇനി നമുക്ക് എൻജിൻ നോക്കിയാലോ. അപ്പോൾ ഇതാണ് G63 AMGയുടെ ഹൃദയം. ഒരു 4 ലിറ്റർ V8 എഞ്ചിനാണ് ഈ വാഹനത്തിനകത്ത് ക്രമീകരിച്ചിട്ടുള്ളത്. ഹാൻഡ് ക്രാഫ്റ്റഡ് ബൈ അലക്സാണ്ടർ വോളിക് എന്നാണ് ഞാൻ വായിക്കുന്നത്. മെർസിഡീസ് AMG ജർമ്മനിയിൽ വെച്ചിട്ടാണ് അത് മാനുഫാക്ചർ ചെയ്യുന്നത്. വളരെ സ്പെഷ്യലായിട്ടുള്ള എഡിഷൻ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ ഭാഗത്ത് ഞാൻ അത്രമാത്രം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ലോഗോ ഉണ്ടാവാറുണ്ട്, ആ ലോഗോ ഇപ്പോൾ അതിനകത്ത് കാണാനില്ല. അതിനർത്ഥം അതാരോ കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇതിന് ഹൈഡ്രോളിക് സ്ട്രെട്ടും ഇൻസുലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഹീറ്റാണ്. ശരിക്കും ഇപ്പോൾ ഈ വാഹനം ഓഫ് ചെയ്തിട്ട് കുറേ നേരമായി, എന്നിട്ട് പോലും ഇപ്പോഴും നല്ല ഹീറ്റ് ഉണ്ട്. അപ്പോൾ ഒരു V8 എഞ്ചിൻ പ്രവർത്തിക്കുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് നമുക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. കൈ ശരിക്കും തുറക്കൽ കുറച്ച് ടാസ്ക് ആയിരുന്നു.
അപ്പോൾ ഇതാണ് ലോകത്ത് 47 നിർമ്മിക്കപ്പെട്ടതിലെ ഒരു ജീവാഗൺ എന്ന് പറയാം. ദുബായ് ഭരണാധികാരിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന ഒരു വാഹനമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ഈ വാഹനം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇത് വാങ്ങിയത് ഒരു മലയാളിയാണ്, കണ്ണൂറുകാരനാണ്, അഡ്വക്കേറ്റ് സൽമാൻ. വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മോനും നമ്മളുടെ കൂടെ ഉണ്ട്, സയാൻ വരും. ശരിക്കും സയാനാണ് ഏറ്റവും കൂടുതൽ ഓക്കെ. സൽമാൻ ക 2-3 കാര്യങ്ങൾ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ എഡിഷൻ സാധനമാണ്. അപ്പോൾ ജീവാഗൺ എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതാണോ അല്ലെങ്കിൽ ഇത്രയും റയർ ആയിട്ടുള്ളൊരു സാധനം കണ്ടപ്പെടുത്തതാണോ? അതെ, ഇത്രയും റയർ ആയിട്ടുള്ള ഒരു സാധനം കണ്ടപ്പെടുത്തതാണ്. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ പാലസ് ഫാമിലി ആയിട്ട് അവിടുത്തെ റൂളേഴ്സ് ഫാമിലി ആയിട്ടുള്ള ചില കണക്ഷനിൽ പുറത്ത് കിട്ടിയതാണ്. അങ്ങനെ ഭാഗ്യമല്ല ശരിക്കും. സാധാരണ ഇതിൽ മലയാളികൾ എടുത്തൊന്നും അങ്ങനെ പാലസ് എന്ന് വന്ന വണ്ടികൾ വളരെ കുറവാണ്. സാധാ ജീവാഗൺ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന് പിന്നെ എന്തൊക്കെ സാധാ ജീവാഗണും ദുബായും തമ്മിൽ വലിയ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ പറയും അത് പിന്നെ അവർ റൂളേഴ്സ് ഷെയ്ഖ് ഹംദാനൊക്കെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഇവരൊക്കെയാണ് ഇതിന്റെ പിന്നെ പോപ്പുലർ ആക്കിയത്, ബ്രാൻഡ് അംബാസഡേഴ്സ്. ദുബായ് വണ്ണൊക്കെ പലരും സ്പോട്ട് അങ്ങനെ കണ്ടവർ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ദുബായിലെ റോട്ടിൽ ഷെയ്ഖ് മുഹമ്മദ് ശരിക്കും കാലിങ്ങനെ കയറ്റി വെച്ചിട്ട് ഓടിക്കുന്നവരൊക്കെ അവരെങ്ങനെ സ്റ്റെപ്പൊക്കെ ഭയങ്കര സിമ്പിൾ. രണ്ടാമത്തെ ചോദ്യം, ഇതിന്റെ നമ്പർ. ഈ നമ്പർ പിന്നെ ഒരു കഥ ഉണ്ടെന്ന് സയാൻ പറഞ്ഞു, എന്താണ് ആ കഥ? ഇത് എ കോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് യു എയിലുള്ളവർക്ക് അറിയാം. ഇപ്പം കുറെ അവസാന സീരീസിലേക്ക് എത്തി തുടങ്ങി. എ കോഡ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ 10 എന്ന് തുടങ്ങുന്നത് അവരുടെ കംപ്ലീറ്റ് നമ്പർ 10 സ്റ്റാർട്ട്. ഇത് ആദ്യം 10 എന്തായിരുന്നു തോന്നുന്നില്ല? ആദ്യം 10 ആയിരുന്നു. പിന്നെ നമുക്ക് സെയിൽ ചെയ്ത് തന്നപ്പോൾ നമ്പർ മാറ്റി 10 അവരൊരു നമ്പർ കൂടി ആഡ് ചെയ്ത് തന്നു. അത് പിന്നെ അവർക്ക് എളുപ്പമാണല്ലോ ഒരു നമ്പർ ആഡ് ചെയ്ത്. ശരിക്കും ഇതിന് എത്ര വില കൊടുത്തു നിങ്ങൾ വാങ്ങാൻ? ഞങ്ങൾ 1.3 മില്യൺ കൊടുത്തിട്ടാണ്. ഇത് ബുള്ളറ്റ് പ്രൂഫ് ആണ്. അത് ഞാൻ പറഞ്ഞു വീഡിയോയിൽ. അതിന്റെ സാധാരണ ജീവാകളിൽ നിന്ന് കുറച്ച് വില വ്യത്യാസം ഉണ്ടായിരിക്കും, കാരണം സ്പെഷ്യൽ എഡിഷനാണ്, റയർ എഡിഷനാണ്. ഇതിനൊരു കാർബൺ ഫൈബർ എലമെന്റുകളുണ്ട്. സയാനിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുന്നേ ഒരു ചോദ്യം കൂടി ചോദിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ വണ്ടികളുണ്ട്. നിങ്ങൾക്ക് 5 സീരീസ് ഉണ്ട്, ജീവാഗൺ ഉണ്ട്, വേറെ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടോ? പഴയ വില്ലീസ്, ചെറിയൊരു ഭ്രാന്തുണ്ട്. ജീവാഗൺ, 5 സീരീസ്, വില്ലീസ് എന്നൊരു ചെറിയ ഭ്രാന്ത്. ഡേവിഡ്സൺ ബൈക്ക്, ഇങ്ങനെയുള്ള വണ്ടികളോട് കുറച്ച് കമ്പം കൂടുതലാണ് ഇതിൽ. ഇപ്പം ഇതുവരെ ഇപ്പം ഓൺ ചെയ്തല്ലാതെ ഒരുപാട് വണ്ടികൾ ഓടിച്ചിട്ടുണ്ടാവും, റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ ദുബായിലെ റോട്ടിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി അത്? ഞാനത് പറയുകയാണെങ്കിൽ എനിക്ക് ജീവാഗൺ തന്നെ ഇഷ്ടപ്പെട്ടത്. അതൊരുവിധം എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായില്ല. ഒരുപാട് ആളുകളുടെ എന്നോട് കണ്ട ഒരുപാട് ആൾ പറഞ്ഞു നമ്മുടെ ഒക്കെ എല്ലാവരുടെയും ഡ്രീം വെഹിക്കിളാണ് ഇത്. എനിക്ക് തോന്നുന്നു ഈ അവരുടെ നമ്മുടെ ഈ ദുബായ് റൂളേഴ്സ് ഫാമിലിയുടെ അവരുടെ മനസ്സ് പോലെയാണെന്ന് തോന്നുന്നു. അവരെ കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്കൊക്കെ ഈ വണ്ടി എടുക്കണം എന്ന് തോന്നുന്നു. വിശാലമാണ്. ഞങ്ങളൊക്കെ ഈദ്ഗാഹിലൊക്കെ പോകുമ്പോൾ അവരുടെ വണ്ടി ഇങ്ങനെ ഒരു 5-8 വണ്ടികൾ ഇങ്ങനെ നിരന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ആ ദൂരത്ത് നിന്ന് കാണുമ്പോൾ നമുക്കൊക്കെ തോന്നും ഓ ഒരു പ്രൗഡി. ഞാനൊരിക്കൽ ദുബായിൽ പോയ സമയത്ത് നമ്മളൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, ഗുഡ് എയർ. അതിൻ്റെ ഒരു സിഇഒനടുത്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഇതൊരു സ്റ്റാറ്റസ് ആണ്, ഒരു പ്രൗഡിയാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറെ വലിയൊരു പോയിന്റ് ഉണ്ട്, വേറെ ഏത് ലക്ഷറി വണ്ടി എടുത്തിട്ട് പിന്നെ വിൽക്കുമ്പോൾ 50% ഡിപ്രീസിയേഷൻ ഉണ്ടാവും. ജീവാഗൺ അതില്ലാന്നൊരു പോയിന്റ് കൂടെ അയാൾ പറഞ്ഞായിരുന്നു. അത് നല്ലൊരു പോയിന്റ് ആയിട്ട്. പിന്നെ സയാൻ്റെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയാണ് ജീവാഗൺ. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊരു പവറുള്ള വണ്ടിയാണ്, മസിൽ കാറും കൂടി പറയാം. സയാൻ ശരിക്കും 8ാം ക്ലാസ്സിലാട്ടോ, ദുബായിലാണ്. ഏത് സ്കൂളിലാണ്? അവിടെയാണ് പഠിക്കുന്നത്. പക്ഷെ ഭയങ്കര എന്തൂസിയാസ്റ്റ് ആണ്. ഈ വണ്ടിൻ്റെ ഓരോ കാര്യങ്ങളും എൻ്റെ കൂടെ നിന്നിട്ട് എനിക്കിങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത് സയാനായിരുന്നു. താങ്ക് യു സോ മച്ച് സയാൻ. അപ്പോൾ നമ്മളൊരു അടുത്ത വണ്ടി ജീവാഗൺ കൊടുത്തിട്ട് വേറെ വണ്ടി എടുക്കണമെങ്കിൽ ഏത് വണ്ടി എടുക്കും? പുതിയ ജീവാഗൺ കൊടുത്തിട്ട് ജീവാഗൺ തന്നെ എടുക്കുന്നവരാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കണ്ണൂരിലേക്ക് സ്വാഗതം ചെയ്തു, നമുക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു, നമുക്ക് വേണ്ടി ഇപ്പോഴും പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സന്തോഷമുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഈ വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. ഇതൊരു കാർനെറ്റ് എൻട്രി ആയതുകൊണ്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.